സൺഡേ സ്കൂൾ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും സ്നേഹപൂർവമായ അഭിവാദനങ്ങൾ. നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം വളരെ വിജയകരമായി മുന്നേറുന്നു എന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ മഹാ സംരംഭത്തിൽ ഭാഗഭാക്കാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്ന രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും സൺഡേ സ്കൂളിൻ്റെ ഒഫീഷ്യൽസിനെല്ലാം ദൈവകൃപ സമൃദ്ധിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രണ്ട് പ്രധാന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ അറിഞ്ഞതാണ്. ഒന്ന്, നമ്മുടെ സൺഡേ സ്കൂൾ ദിനം. രണ്ട്, മിഡ് ടേം എക്സാമിനേഷൻസ്. ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. പരീക്ഷ എന്നത് ജയിക്കാനും തോക്കാനുമുള്ള ഒരു സംവിധാനം മാത്രമല്ലല്ലോ. നമ്മൾ പഠിക്കുന്നത് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാനും അത് ഓർത്തെടുക്കാനും ചിന്തിക്കാനും പ്രസൻറ്റ് ചെയ്യാനുമുള്ള ഒരു നല്ല അവസരമാണ് നമ്മുടെ പരീക്ഷ. അതുകൊണ്ട് ആരും പരീക്ഷയെ ഭയപ്പെടുകയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ജയമോ തോൽവിയോ അല്ല ഇതിനകത്ത് കാര്യം. നമ്മൾ അറിയുക, അറിവ് വർദ്ധിപ്പിക്കുക, അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ പൊതുവെയുള്ള നാമം ജീസസ് കോൾസ് മീ എന്നതായിരുന്നുവെന്ന് എല്ലാവരും അനുസ്മരിക്കുമല്ലോ. ആ തലക്കെട്ട് നമുക്ക് വളരെ ആകർഷകമായി തോന്നണം. കാരണം ഈ സംരംഭത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് യേശു ക്രിസ്തുവാണ്. അദ്ദേഹം വിളിക്കുന്നു എന്നാണല്ലോ നമ്മുടെ ഈ ശീർഷകത്തിൻ്റെ അർത്ഥം. യേശു എന്നെ വിളിക്കുന്നു. ജീസസ് കോൾസ് മീ. I am so happy that my beloved students have been responding to that call, knowing full well that Jesus calls every one of them. I am also happy that the teachers have understood the meaning of our title, Jesus Calls Me, because they have also started enthusiastically responding to the call of Jesus Christ. I am also happy that the officials of the Sunday School have accepted this by responding positively to the call from Jesus Christ. So the call comes from Jesus Christ our Lord. Our duty is to respond sincerely, respond with love and a sense of responsibility. Sunday school is for all of us. It is like a life breath. We come into contact with the Bible, we come into contact with our worship, our Orthodox faith, the details of it, and the full meaning of being Orthodox. That is why and that is how we respond to that loving, tender call from Jesus Christ. Let us recognize the voice of Jesus, how he calls us amidst all kinds of noises around. Let us keep our ears open to listen to the call and voice of Jesus Christ. He is our teacher. Jesus Christ is making use of our teachers to speak to us so that we will listen to him. So he is calling, I repeat, Jesus Christ is calling every one of us, not only students, not only teachers, the whole church and the whole world. നമുക്ക് ആ ശബ്ദം കേൾക്കാനായി കാതോർക്കാം.
അതിനോട് പ്രതികരിക്കാൻ ക്രിയാത്മകമായി, സന്തോഷമായി, സ്നേഹത്തോടെ, ഉത്സാഹത്തോടെ. ആ ഉത്സാഹം ഇത് കേവലം ഒരു സെക്കുലർ പഠന പദ്ധതി പോലെയല്ല. ഇത് നമ്മുടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മനനത്തിൻ്റെയും ഭാഗമാണ് സൺഡേ സ്കൂൾ പഠനം എന്ന് ഗ്രഹിക്കാം. വളരെ ഭംഗിയായി ഇത് മുമ്പോട്ട് പോകട്ടെ. സാധാരണ പോലെയുള്ള സൺഡേ സ്കൂൾ ക്ലാസ് പഠനം പുനഃസ്ഥാപിക്കപ്പെടുന്നത് വരെ നമുക്ക് ആവോളം ഭംഗിയായും ക്രിയാത്മകമായി ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോയേ മതിയാകുള്ളൂ. ഇതിലെല്ലാവരുടെയും സഹകരണം വേണം. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും വേണം. നമ്മുടെ പുതിയ സൺഡേ സ്കൂൾ സിലബസ് അനുസരിച്ച് ആരാധനാ കാര്യങ്ങളിലും മറ്റും കുട്ടികൾക്ക് പങ്കാളിത്തവും ഉത്സാഹവും ഉണ്ടാകത്തക്കവണ്ണം ആണ് പാഠങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഇതിനകം എല്ലാവർക്കും ബോധ്യമായി കാണും. കേവലം കുറേ പാഠങ്ങൾ പഠിച്ച് പരീക്ഷ പാസ്സാകുക എന്നുള്ളതല്ല. നമുക്ക് സഭയോടും സഭയുടെ നാഥനോടുമുള്ള അടുപ്പവും സ്നേഹവും കടപ്പാടും വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഒരു മുഖാന്തരമായി നമ്മുടെ സൺഡേ സ്കൂൾ തീരട്ടെ. നമുക്കെല്ലാം കാതോർക്കാം. യേശു ക്രിസ്തു വിളിക്കുന്നു. ജീസസ് കോൾസ് മീ and he is calling me and you. Let us learn to respond to that call of Jesus Christ. May God bless you all. Thank you very much. Grant me, Lord, in thy mercy, a spotless heart all untainted, but my life has gone awry because of my countless sins. Listen to my pleas, renew thy right spirit within me. He who makes all things holy by thy grace sanctify me. Renew thy Holy Spirit in me, Lord, thou merciful. Let him show me, Lord, thy land abide in a clean heart. Grant me, Lord, thy virtuous mind, always seeking thee, O Lady, taking down while that I shall trespass not to sinful ways. Grant me, Lord, thy virtuous mind, which reminds me day and night to fix my feet firmly in the way of thy commandments. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമസ്തേ. എൻ്റെ പേര് ജിജി തോംസൺ. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ആളാണ്. 10 ക്ലാസ് ഒരു സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത്. ഇപ്പോൾ വീണ്ടും സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ ഇന്ന് നിങ്ങളോടൊരു കഥ പറയാം.
ഈ കഥ വേദപുസ്തകത്തിലുള്ള കഥയാണ്. ഇത് പഴയ നിയമത്തിലുള്ള കഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ചിരിക്കാൻ മിക്കവാറും സാധ്യതയില്ല. ഈ കഥ ഏത് ഭാഗത്തെന്നറിയാമോ? രാജാക്കന്മാരുടെ പുസ്തകം. 2 പുസ്തകമുണ്ട്. 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങളുണ്ട്. അതിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കഥയാണിത്. ഞാൻ ആ കഥ മുഴുവൻ വേദപുസ്തകത്തിൽ നിന്നും വായിക്കുന്നില്ല. കഥ അങ്ങ് പറയാം, അതല്ലേ എളുപ്പം. ഈ ഇസ്രയേലിൽ ഒരു യുവരാജാവ് ഉണ്ടായിരുന്നു. കഷ്ടിച്ച് 16-17 വയസ്സ്. 16-17 വയസ്സുള്ളപ്പോൾ തന്നെ രാജാവായി. അപ്പൊ അദ്ദേഹത്തിന് വലിയ പരിശീലനമൊന്നുമില്ല, പരിചയമില്ല, എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹത്തെ പരിശീലിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു എലീശ. വലിയ പ്രവാചകനായിരുന്നു. അദ്ദേഹമാണ് യുവരാജാവിന് വേണ്ട മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ എലീശ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ മെന്റർ ആയിരുന്നു. MENTOR, മെന്റർ. അദ്ദേഹം രാജാവൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എലീശ പ്രവാചകൻ വയസ്സായി. അദ്ദേഹം മരണക്കിടക്കയിലായി. അത് കണ്ട് യുവരാജാവ് ഒത്തിരി സങ്കടപ്പെട്ടു. അദ്ദേഹം മരിച്ചു പോയാൽ പിന്നെ ആരാണ് എന്നെ വഴി നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി നിന്ന് കരയാൻ തുടങ്ങി. അപ്പൊ എലീശ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കിഴക്കേ കിളിവാതിൽ തുറക്ക് എന്ന് പറഞ്ഞു. കിഴക്കേ കിളിവാതിൽ തുറന്നു. എന്നിട്ട് പറഞ്ഞു, അമ്പെയ്യുക എന്ന് പറഞ്ഞു, ഷൂട്ട് എന്ന് പറഞ്ഞു. ഉടനെ യുവരാജാവ് ഉന്നം വെച്ച് അതിൽ കൂടി ആ കിളിവാതിലൂടെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ അമ്പെടുത്ത് നിലത്തടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ യുവരാജാവ് ഈ അമ്പെടുത്ത് 3 പ്രാവശ്യം താഴെ അടിച്ചു. 1, 2, 3 എന്നിട്ട് അങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പൊ എലീശ പ്രവാചകന് ദേഷ്യം വന്നു. എടുത്ത് പറഞ്ഞു, നിന്നോട് ഞാൻ 3 പ്രാവശ്യം അടിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. നീ എന്തിനാണ് 3 പ്രാവശ്യം അടിച്ചിട്ട് നിർത്തിയത്? നീ 3 പ്രാവശ്യം അടിച്ചു നിർത്തിയത് കൊണ്ട് നീ ശത്രുക്കളെ 3 പ്രാവശ്യമേ തോൽപ്പിക്കുകയുള്ളൂ. നീ ഒരുപാട് പ്രാവശ്യം അടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് കഥ. ഇതിലൊരു വലിയ തത്വം അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നോ നോക്കൂ, പെർസിവറൻസ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരുമ്പെട്ടാല് അത് വിജയിക്കുന്നത് വരെ അതിന്റെ പിന്നാലെ പോകണം. അത് ചെയ്തുകൊണ്ടേയിരിക്കണം, ജയിക്കുന്നത് വരെ. അതാണ് പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ. നിർബന്ധ ബുദ്ധി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പൊ ഇതേപോലെ ഒരു കഥ നമ്മുടെ കർത്താവും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഉപമ. അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലുള്ള ഒരു കഥയാണ്, ഒരു ഉപമയാണ്. അതെന്തെന്നറിയാമോ? ഒരു ദിവസം ഒരാളുടെ വീട്ടില് അയാളുടെ ഒരു സ്നേഹിതൻ ചെന്നു. അർദ്ധരാത്രിയിലാണ് ചെന്നത്. ചെന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വലിയ വിഷമായി. കാരണം സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്നിരിക്കുക, കഴിക്കാനൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തെന്നറിയാമോ? തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ നെയ്ബറിന്റെ അടുത്ത്, അയൽവാസിയുടെ അടുത്ത് ചെന്ന് രാത്രിയിൽ ചെന്ന് മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ സ്നേഹിത, എനിക്കൊരു 3 അപ്പം കടം തരുമോ? എനിക്ക് അർദ്ധരാത്രിയിൽ എനിക്കൊരു അതിഥി വന്നു, കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു 3 അപ്പം എനിക്ക് വായ്പയായിട്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വീട്ടിലുള്ള അയൽവാസി പറഞ്ഞു, അയ്യോ, ഇപ്പൊ രാത്രിയിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തരുതേ, ഞാനിതാ എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങാൻ, എനിക്ക് എഴുന്നേറ്റ് വരാൻ വയ്യ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ആതിഥേയൻ എന്ത് ചെയ്തു? അദ്ദേഹം മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. യാതൊരു ഒരു വിഷമവും കൂടാതെ അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. എന്ന് വെച്ചാല് എന്താ പറയുക, ഷെയിംലെസ് ആയിട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരുപാട് ഷെയിംലെസ് ആയിട്ട് ലജ്ജിക്കാതെ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേ ഇരുന്നത് കൊണ്ട്, അയ്യോ സ്നേഹിത, പ്ലീസ് ഞാൻ ഒന്ന് കേൾക്കൂ, എനിക്ക് ആ 3 അപ്പം ഒന്ന് തരാമോ, പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്തു? എഴുന്നേറ്റ്, ശല്യം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് 3 അപ്പം വായ്പ കൊടുത്തു. ഇതാണ് കഥ. അപ്പൊ ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇപ്പൊ ഇതുകൊണ്ട് എന്നിട്ട് കർത്താവ് വളരെ ഫേമസ് ആയിട്ടുള്ള 3 കാര്യം പറഞ്ഞു. എന്താണ്? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ആസ്ക്, ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ്. നോക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്പൺ ടു യു. ഇതാണ് പറഞ്ഞത്. ഇത് വളരെ വളരെ പ്രശസ്തമായ 3 വാക്യങ്ങളാണ്. നോക്കൂ, ഈ വാക്യത്തില് 3 ക്രിയാപദങ്ങളുണ്ട്. ഏതൊക്കെയാ? ആസ്ക്, സീക്ക്, നോക്ക്. ആസ്ക്, ചോദിക്കുക; സീക്ക്, അന്വേഷിക്കുക; നോക്ക്, മുട്ടുക. എല്ലാം പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? യു ഷുഡ് കീപ് ഓൺ ആസ്കിങ്.
യു ഷുഡ് കീപ്പ് ഓൺ സീക്കിംഗ് ആൻഡ് യു ഷുഡ് കീപ്പ് ഓൺ നോക്കിംഗ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ നാം ചോദിച്ചുകൊണ്ടേയിരിക്കണം, നാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, നാം നോക്ക് ചെയ്തുകൊണ്ടേ മുട്ടിക്കൊണ്ടേയിരിക്കണം. ഇതാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടുന്ന വിഷയം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകണമെങ്കിൽ പെർസിവറൻസ് ഉണ്ടാവണം. അതാണ് കർത്താവ് പറഞ്ഞത്, ലജ്ജ കൂടാതെ ഒരു ഷെയിംലെസ് ആയിട്ട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. അപ്പൊ കർത്താവിനോട് നിങ്ങൾക്കൊരു ആഗ്രഹം പറയണമെങ്കിൽ ഒരിക്കൽ പ്രാർത്ഥിച്ചു പോരാ, അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു ദിവസം അത് തുറന്നു തരും. അങ്ങനെ ഒരു പെർസിവറൻസ് ഉണ്ടായി ജീവിതത്തിൽ വിജയം വരിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതൊക്കെ പഠിച്ചോ? പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങിയോ? പഠിക്കണം കേട്ടോ. പരിശ്രമത്തിലാണ് സംതൃപ്തി. പൂർണ്ണ പരിശ്രമം എന്ന് പറഞ്ഞാൽ പൂർണ്ണ വിജയം എന്നാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ആര് പറഞ്ഞാ? പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. നമ്മൾ പരിശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, സാരമില്ല കേട്ടോ. പരിശ്രമം എന്ന് പറഞ്ഞാൽ പൂർണ്ണ വിജയം. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, ഉഴപ്പരുത്, പഠിക്കണം കേട്ടോ. പഠിപ്പിച്ചത് കംപ്ലീറ്റ് പഠിക്കണം. എന്തോ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് മലങ്കര സഭയും പ്രധാന സംഭവങ്ങളും അല്ലേ. ഈ ആഴ്ച നമുക്ക് പഠിക്കുവാനുള്ളത് കാതോലിക്ക സിംഹാസന ചരിത്രം അല്ലേ. നമ്മൾ എന്തുവായി കാതോലിക്ക സിംഹാസനം എന്നൊക്കെ പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ കാതോലിക്കമാരുടെ ഒക്കെ പേര് പഠിച്ചു അല്ലേ. 8 കാതോലിക്കമാരുണ്ടായിരുന്നു. ആദ്യത്തെ കാതോലിക്ക 1912 സെപ്റ്റംബർ 15 വാഴിക്കപ്പെട്ടു. അതാണ് കാതോലിക്ക സിംഹാസനം കേട്ടോ. അതാണ് കാതോലിക്കേറ്റ്. അപ്പൊ കാതോലിക്കേറ്റ് അല്ലെങ്കിൽ കാതോലിക്ക സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താ? മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയ ശീർഷകത്വത്തിന്റെയും പ്രതീകമാണ് കാതോലിക്കേറ്റ്. എന്തുവാ ഈ സ്വയ ശീർഷകത്വം എന്നൊക്കെ പറഞ്ഞാല്? നമുക്ക് സ്വാതന്ത്ര്യവും അതുപോലെ ഒരു ഐഡന്റിറ്റി ഉണ്ടായതാണ് കാതോലിക്കേറ്റ്. അതിന്റെ പ്രതീകമാണ് കാതോലിക്കേറ്റ് കേട്ടോ. കാതോലിക്ക സിംഹാസന ചരിത്രം പഠിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കുറെ സംഭവങ്ങൾ അല്ലെങ്കിൽ കുറെ സ്ഥാനനാമങ്ങൾ, കാതോലിക്ക ആരാ, പാത്രിക്കീസ് ആരാ എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് കാതോലിക്ക, പാത്രിക്കീസ്, സ്ഥാനനാമങ്ങൾ. എന്താണ് ഈ കാതോലിക്ക എന്ന് പറഞ്ഞാൽ? കാതോലിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ കാതോലിക്ക എന്ന നാമധേയം ഉണ്ടായത്. പൊതുവിന്റെ ആളെന്നാണ് അതിന്റെ അർത്ഥം. അതായത്
റോമ സാമ്രാജ്യത്തിനുള്ളില് ഈ കാതോലിക്ക എന്നുള്ള നാമധേയം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ പേരായിരുന്നു. അതുകൊണ്ട് തന്നെ റോമ സാമ്രാജ്യത്തിൽ സഭാസ്ഥാനികൾക്ക് കാതോലിക്കോസ് എന്ന പേര് ഉപയോഗിച്ചിരുന്നില്ല. പേർഷ്യ, ജോർജിയ, അർമീനിയ തുടങ്ങിയ സഭകള് കാതോലിക്കോസ് എന്ന നാമധേയം സ്വീകരിച്ചിരുന്നു. അവിടെ പൊതുവിന്റെ ആളെന്നതിലുപരി നിശ്ചിത ഭൂപ്രദേശം സ്വതന്ത്ര ഭരണത്തിന് നടത്തിയിരുന്ന സഭാ അധികാരികളെ കാതോലിക്കോസ് എന്ന് വിളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പേർഷ്യ, അർമീനിയ, ജോർജിയ ഇവിടങ്ങളിലൊക്കെ സഭാസ്ഥാനികൾക്ക് കാതോലിക്കോസ് എന്ന നാമധേയമായിരുന്നു സ്വീകരിച്ചിരുന്നത്. റോമ സാമ്രാജ്യത്തിൽ ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ പേരായിരുന്നതുകൊണ്ട് കാതോലിക്കോസ് എന്ന സ്ഥാനം അല്ലെങ്കിൽ നാമധേയം സഭാ സ്ഥാനികള് സ്വീകരിച്ചിരുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് ഈ പാത്രിയർക്കീസ് എന്ന നാമധേയം എങ്ങനെ വന്നു എന്ന് നോക്കാം. അതായത് പാറ്ററി, ആർക്കിയോസ് എന്നീ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പാത്രിയർക്കീസ് അല്ലെങ്കിൽ പ്രധാന പിതാവ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന നാമധേയം ഉണ്ടായത് കേട്ടോ. പാത്രിയർക്കീസ് പ്രധാന പിതാവ്, കാതോലിക്ക പൊതുവിന്റെ ആൾ കേട്ടോ. അപ്പം ഈ പ്രധാന പിതാവ് എന്ന് പറയുമ്പം ഒരു വംശത്തിന്റെയോ വർഗത്തിന്റെയോ ഒക്കെ പ്രധാന പിതാവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതായത് കാതോലിക്ക, പാത്രിക്ക നാമങ്ങള് തുല്യ അധികാര അവകാശങ്ങളോടെ വ്യത്യസ്ത സഭാ വിഭാഗങ്ങളിലെ സ്ഥാനികൾ ഉപയോഗിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ കാതോലിക്ക മഫ്രിയാന സ്ഥാനങ്ങൾ പേർഷ്യൻ രാജ്യത്ത് അതെന്തുവാന്ന് നോക്കാം കേട്ടോ. അതായത് AD 290 പേർഷ്യൻ രാജ്യത്തിൽ കാതോലിക്ക സ്ഥാനം നിലവിൽ വന്നു. അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളുടെ സഭയുടെ തലവൻ കാതോലിക്ക ആയിരുന്നു കേട്ടോ. അത് AD 290 നിലവിൽ വന്നു. എന്നാല് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ അംഗങ്ങളായ കുറച്ചുപേര് പേർഷ്യൻ സാമ്രാജ്യത്തിൽ തിഗ്രീസ് സഭയില് അധിവസിച്ചിരുന്നു. അവരുടെ തലവനായിട്ടുണ്ടായിരുന്ന ആളാണ് മഫ്രിയാന കേട്ടോ. മഫ്രിയാനേറ്റ്. അങ്ങനെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ കാതോലിക്ക എന്ന് പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിലെ സഭയുടെ തലവൻ കാതോലിക്കോസും അതുപോലെ അന്ത്യോക്യൻ സുറിയാനി സഭയിലെ സഭാംഗങ്ങള് പേർഷ്യൻ സാമ്രാജ്യത്തിൽ തിഗ്രീസിലെ സഭയിൽ നിലനിന്നിരുന്നു കേട്ടോ. അതായത് AD 300 പരം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മഫ്രിയാന സ്ഥാനം തിഗ്രീസിലെ സഭയിൽ നിലവിൽ വന്നത്. മഫ്രിയാന എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഫലം കായ്ക്കുന്നവൻ കേട്ടോ. ഫലം കായ്ക്കുന്നവൻ എന്നാണ് മഫ്രിയാന എന്ന വാക്കിന്റെ അർത്ഥം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു മലങ്കര സഭയ്ക്ക് ആദിമകാലം മുതലേ ബന്ധം ഉണ്ടായിരുന്ന സഭയായിരുന്നു പേർഷ്യൻ സഭ അല്ലെ. പേർഷ്യൻ കുടിയേറ്റത്തോടെയൊക്കെ മലങ്കര സഭയ്ക്ക് അതായത് AD 345 തൊട്ടേ മലങ്കര സഭയ്ക്ക് പേർഷ്യൻ സഭയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ പേർഷ്യൻ സഭയിലെ കാതോലിക്കേറ്റുമായിട്ടായിരുന്നു മലങ്കര സഭയ്ക്ക് ബന്ധം. മഫ്രിയാന എന്ന് പറഞ്ഞാല് അന്ത്യോക്യൻ സഭയുടെ കീഴിൽ അന്ത്യോക്യ പാത്രികീസിനാൽ വാഴിക്കപ്പെടുന്ന ആളായിരുന്നു മഫ്രിയാന. അന്ത്യോക്യൻ പാത്രികീസിന്റെ കീഴ്സ്ഥാനിയായിട്ടും അറിയപ്പെട്ടിരുന്നതാണ് ഈ മഫ്രിയാന. നമുക്ക് ഏകദേശം മലങ്കര സഭയ്ക്ക് 12 നൂറ്റാണ്ടുകളോളം ഈ പേർഷ്യൻ രാജ്യത്തെ കാതോലിക്കേറ്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോ കാതോലിക്കോസിനെ പറ്റി പഠിച്ചു, ആ സ്ഥാനനാമം പഠിച്ചു, പാത്രികീസ് സ്ഥാനനാമം പഠിച്ചു. അടുത്തായിട്ട് നമുക്ക് നോക്കാം ഈ കാതോലിക്കേറ്റ് മലങ്കര സഭയിൽ ഉണ്ടാകാനുണ്ടായിരുന്ന പശ്ചാത്തലം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു 1876 1876 മുളന്തുരുത്തി സുന്നകദോസ് മലങ്കര സഭയ്ക്ക് വളരെ ദോഷകരമായ ഒരു ഇതായിരുന്നു പഠിച്ചില്ലായിരുന്നോ.
ശരിക്കും ഈ നമുക്ക് മലങ്കര സഭയിലെ കാതോലിക്കേറ്റ് സ്ഥാപനത്തിന്റെ പശ്ചാത്തലം പ്രധാനമായിട്ടും 1876 മുളന്തുരുത്തി സുന്നകദോസ. അതായത് സുന്നകദോസ് നിശ്ചയപ്രകാരം മലങ്കര സഭയിലേക്ക് അന്ത്യോക്യ പാത്രികീസിന്റെ അധികാരത്തിലാണ് മലങ്കര സഭയെന്നും മലങ്കര സഭ അതിപുരാതന കാലം മുതലേ അന്ത്യോക്യൻ സഭയുടെ അധീശത്തിലായിരുന്നുവെന്നും ഒക്കെ മുളന്തുരുത്തി സുന്നകദോസിൽ നിശ്ചയിച്ചു. പ്രകാരം ഉള്ള ഒരു വിദേശ ആധിപത്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതിൽ നിന്നൊരു മോചനം, അതുപോലെ തന്നെ വിദേശ ആധിപത്യത്തിൽ നമ്മൾ കണ്ടു 1653 കൂനംകുരിശൻ സത്യമൊക്കെയും ഈ വിദേശ ആധിപത്യത്തിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു. അടുത്തതായിട്ട് ഈ എന്നുള്ള പാത്രികീസ് അധികാരത്തിൽ മലങ്കര സഭയെ കൊണ്ടുവന്നതാണ് ഈ മുളന്തുരുത്തി സുന്നകദോസ്. അപ്പൊ ഈ വൈദേശിക ആധിപത്യത്തിൽ നിന്നുള്ള ഒരു മോചനവും എന്നുള്ള ഒരു ആഗ്രഹവും അതുപോലെ തന്നെ മലങ്കര സഭയുടെ നൈസർഗികമായ സ്വാതന്ത്ര്യ വാഞ്ചയുമാണ് ഈ കാതോലിക്കേറ്റ് സ്ഥാപനത്തിന്റെ രണ്ട് പശ്ചാത്തലങ്ങൾ. ഒന്ന് മുളന്തുരുത്തി സുന്നകദോസിലെ വിദേശീയ ആധിപത്യത്തിൽ നിന്നുള്ള മോചനവും അതുപോലെ നൈസർഗികമായിട്ട് തന്നെ മലങ്കര സഭയുടെ ഒരു സ്വാതന്ത്ര്യ വാഞ്ചയും. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ സഭയുടെ ക്രമാനുഗതമായ വളർച്ചയും നമുക്കൊരു കാതോലിക്കേറ്റിന്റെ ആവശ്യകത പിതാക്കന്മാര് മനസ്സിലാക്കി കേട്ടോ. കാതോലിക്കേറ്റിന്റെ പശ്ചാത്തലത്തിലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 1889 റോയൽ കോടതി വിധി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചായിരുന്നു. 1889 റോയൽ കോടതി വിധി പ്രകാരം ഒരു സഭയൊക്കെ ഉണ്ടായെന്ന് പഠിച്ചില്ലേ? ഏത് സഭയായിരുന്നു? മാർത്തോമാ സഭ അല്ലേ? അങ്ങനെ അതായത് നവീകരണക്കാര്. ഈ നവീകരണക്കാരുമായിട്ട് നമ്മൾ ബന്ധം വിച്ഛേദിച്ച് അല്ലെങ്കിൽ അവരുമായിട്ട് വിഭജിച്ചതാണ് 1889. അന്ന് ആരായിരുന്നു മലങ്കര സഭയുടെ പിതാവ്? ദിവന്നാസിയോസ് അഞ്ചാമൻ അല്ലേ? ജോസഫ് മാർ ദിവന്നാസിയോസ് അഞ്ചാമനായിരുന്നു. നവീകരണക്കാരെ പരാജയപ്പെടുത്തി മലങ്കര സഭയ്ക്ക് വിജയം നേടിത്തന്ന ജോസഫ് മാർ ദിവന്നാസിയോസ് അഞ്ചാമനെ മലങ്കര സഭയെ ഒരു സ്വതന്ത്ര സഭയായിട്ട് അതിന്റെ കാതോലിക്കായിട്ട് അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന പോലെ ഒരു സ്വതന്ത്ര ഭരണം, മഫ്രിയാനേറ്റ്, അങ്ങനെ ഒരു സ്വതന്ത്ര ഭരണം മലങ്കര സഭയിൽ ഉണ്ടാകണമെന്ന് സഭാംഗങ്ങളും അന്നത്തെ വട്ടശ്ശേരി തിരുമേനിയും ഒക്കെ ആഗ്രഹിച്ചു. അങ്ങനെ കോനാട്ട് മാത്തൻ മൽപ്പാനും വട്ടശ്ശേരി തിരുമേനിയും ഒക്കെ അതിനായിട്ട് അന്ത്യോക്യ സഭയ്ക്ക് കത്തെഴുതിയതായിട്ട് നമ്മുടെ ചരിത്രം പറയുന്നുണ്ട് കേട്ടോ. അതും കാതോലിക്ക സ്ഥാപനത്തിന്റെ ഒരു പശ്ചാത്തലമാണ്. അതുപോലെ തന്നെ സ്വതന്ത്ര ഭരണ ചുമതലയുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകണമെന്നല്ലാതെ ഈ അന്ത്യോക്യയുമായിട്ടോ പാത്രികീസുമായിട്ടോ ഉള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് നമ്മുടെ സഭാപിതാക്കന്മാരോ അതായത് വട്ടശ്ശേരി തിരുമേനിയോ ഈ കോനാട്ട് മാത്തൻ മൽപ്പ അങ്ങനെ ആരും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെയോ സ്വതന്ത്ര ഭരണ ചുമതലയുള്ള ഒരു സംവിധാനം മലങ്കര സഭയിൽ ഉണ്ടാകണമെന്നേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പിന്നെ വളരെ പ്രധാനം കാതോലിക്കേറ്റ് മലങ്കര സഭയിൽ വേണമെന്ന് മലങ്കര സഭാംഗങ്ങൾ അതിയായി ആഗ്രഹിക്കാനുള്ള ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് 1911 അബ്ദുള്ള പാത്രികീസ് വട്ടശ്ശേരി തിരുമേനിയെ മുടക്കി. അതാണ് അപ്പം വട്ടശ്ശേരി തിരുമേനിയെ പാത്രികീസ് മുടക്കിയപ്പോൾ സഭാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്, ഇനി ഇങ്ങനെ വൈദേശിക ആധിപത്യം മലങ്കര സഭയിൽ ഉണ്ടാകരുതെന്ന് തീരുമാനിച്ചു. അതാണ് ശരിക്കു പറഞ്ഞാല് ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിക്കാനുണ്ടായ പ്രധാനപ്പെട്ട പശ്ചാത്തലം കേട്ടോ. അതായത് അബ്ദുള്ള പാത്രികീസിന്റെ മുൻഗാമിയായിരുന്ന അബ്ദേദ് മിശിഹ പാത്രികീസിനെ വിവരം അറിയിച്ചു. അദ്ദേഹം മലങ്കര സഭയുടെ ക്ഷണപ്രകാരം 1912 ജൂൺ മാസത്തില് മലങ്കര സഭയിൽ എത്തി. അങ്ങനെ അദ്ദേഹം മലങ്കര സഭയിൽ എത്തിയിട്ട് ദിവന്നാസിയോസ് ആറാമന്റെ അധ്യക്ഷതയില് പരുമലയിൽ വെച്ച് ഒരു മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ കമ്മിറ്റി കൂടിയിട്ട് കണ്ടനാട് ഭദ്രാസനത്തിന്റെ മുറിമറ്റത്തിൽ പൗലോസ് മാർ ഈവാനിയോസ് തിരുമേനിയെ കാതോലിക്കായിട്ട് വാഴിക്കുവാൻ തീരുമാനിച്ചു. അതിനുശേഷം നിരണം വലിയ പള്ളിയിൽ വെച്ച്
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്നായിരുന്നു കാതോലിക്കായി ആദ്യമായിട്ട് വാഴിച്ചത്? 1912 സെപ്റ്റംബർ 15 ഈ അദ്വൈത മിശിഹാ പാത്രിക്കീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സുന്നകദോസ് ഇവാനിയോസ് തിരുമേനിയെ, മുറിമറ്റത്തിൽ പൗലോസ് മാർ ഇവാനിയോസ് തിരുമേനിയെ ഏത് പേരിലായിരുന്നു വായിച്ചത്? ആദ്യത്തെ കാതോലിക്കയുടെ പേരെന്തായിരുന്നു? ബസേലിയോസ് പൗലോസ് പ്രഥമൻ കേട്ടോ. അങ്ങനെയാണ് മലങ്കര സഭയിലെ കാതോലിക്കേറ്റ് സ്ഥാപിതമായത് കേട്ടോ. നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം, മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് ഉണ്ടാകുവാനുള്ള പശ്ചാത്തലം ചോദിക്കാം. അതുപോലെ തന്നെ മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് വിശദമാക്കുക എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. നന്നായിട്ട് അത് പഠിക്കണം. ചരിത്രം ആയതുകൊണ്ട് ടീച്ചർ പറയുന്നത് മാത്രം കേട്ടിരിക്കരുത്, പുസ്തകം വായിക്കണം കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മലങ്കര സഭയിൽ സ്ഥാപിച്ചത് മഫ്രിയാനേറ്റ് ആണോ കാതോലിക്കേറ്റ് ആണോ എന്നാണ്. രണ്ട് അഭിപ്രായമുണ്ട്, മഫ്രിയാനേറ്റ് ആണ് കാതോലിക്കേറ്റ് ആണ് എന്ന്. എന്തുവാ മഫ്രിയാനേറ്റ് ആണെന്നൊരു അഭിപ്രായം വരാൻ കാരണം? അതായത് നമ്മൾ കണ്ടു ദിവനാസിയോസ് അഞ്ചാമനെ അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിലെ തിഗ്രീസിൽ നിലനിന്ന മഫ്രിയാനറ്റ് പോലെ ഒരു ഭരണ സംവിധാനം മലങ്കര സഭയിലും വരാനായിട്ട് വടശ്ശേരി തിരുമേനിയും കോനാട്ട് മാത്തൻ മൽപ്പാനും ഒക്കെ അന്ത്യോക്യയിലേക്ക് കത്തെഴുതിയതായിട്ട്. അതാണ് അങ്ങനെ മഫ്രിയാനേറ്റ് ആണ് എന്നൊരു ധാരണ വരാൻ കാരണം. പക്ഷെ മഫ്രിയാനേറ്റ് അല്ല, കാതോലിക്കേറ്റ് ആണ് മലങ്കര സഭയിൽ സ്ഥാപിതമായത്. അതിന്റെ ഉപോത്ഫലകമായ തെളിവെന്ന് പറയുന്നത് 1912 സെപ്റ്റംബർ 17 അദ്വൈത മിശിഹാ പാത്രിക്കീസ് പുറപ്പെടുവിച്ച കൽപ്പനയിൽ പറയുന്നുണ്ട്, മലങ്കര സഭയിലും ഇന്ത്യയിൽ മലങ്കര സഭയില് കാതോലിക്ക അഥവാ മഫ്രിയാന ആയിട്ട് ഇവാനിയോസിനെ ബസേലിയോസ് എന്ന നാമധേയത്തിൽ വാഴിച്ചിരിക്കുന്നു എന്ന്. അതായത് മലങ്കര സഭയുടെ ആവശ്യപ്രകാരം ഇന്ത്യയിൽ മാർ ഇവാനിയോസിനെ ബസേലിയോസ് എന്ന നാമധേയത്തിൽ കാതോലിക്ക അഥവാ മഫ്രിയാന ആയിട്ട് നിയമിച്ചിരിക്കുന്നു. മലങ്കരയിൽ സ്ഥാപിക്കപ്പെടുവാൻ ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതും മഫ്രിയാനേറ്റ് ആണെങ്കിലും കാതോലിക്കേറ്റ് ആയിട്ടാണ് അതിനെ കൽപ്പനയിൽ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ഒരു കാതോലിക്ക കാലം ചെയ്താല് നമ്മുടെ സഭയിലെ ബിഷപ്പിന് തന്നെ അടുത്ത കാതോലിക്കായെ വാഴിക്കാൻ അധികാരമുണ്ടെന്ന് 1913 ഫെബ്രുവരി 8 പുറപ്പെടുവിച്ച കൽപ്പനയിലും അദ്വൈത മിശിഹാ പാത്രിക്കീസ് പറഞ്ഞിട്ടുണ്ട്. അതായത് when the Catholics passes away, your bishops have the legitimate right to ordain another person in the place. അതുപോലെ കാതോലിക്കയുടെ അധികാര അവകാശങ്ങള് പ്രഖ്യാപിക്കുന്ന കൽപ്പനയിലും മഫ്രിയാനയ്ക്ക് അതീതമായി കാതോലിക്ക നിർവഹിക്കുന്ന അധികാര അവകാശങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലങ്കരയിൽ സ്ഥാപിതമായത് കാതോലിക്കേറ്റ് ആണ്, മഫ്രിയാനേറ്റ് അല്ല കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപനമാണോ കാതോലിക്കേറ്റ് പുനഃസ്ഥാപനമാണോ ഉണ്ടായതെന്ന്. എന്താ ഈ കാതോലിക്കേറ്റ് പുനഃസ്ഥാപനമാ ഉണ്ടായെന്ന് പറയാൻ കാരണമെന്ന് നമുക്ക് പ്രധാനമായിട്ട് നോക്കാം. അതായത് തിഗ്രീസിലെ മഫ്രിയാനേറ്റ് ആണ് മലങ്കരയിലേക്ക് പുനഃസ്ഥാപിച്ചതെന്നൊരു ധാരണയും ബോധ്യവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ്, തിഗ്രീസിലെ സഭയുടെ ഭാഗമായിരുന്നു മലങ്കര സഭ എന്നൊരു പ്രചാരണം. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും തിഗ്രീസിലെ സഭയുടെ ഭാഗമായിരുന്നില്ല മലങ്കര സഭ. മലങ്കര സഭയ്ക്ക് എന്നും പേർഷ്യൻ സഭയുമായിട്ട് മാത്രമേ ബന്ധമുണ്ടായിരുന്നുള്ളൂ. തിഗ്രീസിലെ സഭ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഭാഗമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മലങ്കരയിലെ കാതോലിക്ക തിഗ്രീസിലെ കാതോലിക്കായുടെ അതേ വിശേഷണമായ പൗരസ്ത്യ കാതോലിക്ക എന്ന നാലക്കെട്ട് ഉപയോഗിക്കുന്നതും ഈ പുനഃസ്ഥാപനമാണെന്നൊരു പോയിന്റിലേക്ക് വന്നു. അതുപോലെ തിഗ്രീസിലെ കാതോലിക്കേറ്റ് നിന്നുപോയി എന്നൊരു ധാരണയും ഉണ്ടായി. അതാണ് പുനഃസ്ഥാപനമാണെന്നുള്ളത് പറയാൻ കാരണം. നിങ്ങൾക്ക് മനസ്സിലായോ? മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപനമാണോ പുനഃസ്ഥാപനമാണോ?
മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപനമാണ്. കാരണം എന്ന് ചോദിച്ചാല് ഇതിനു മുമ്പ് മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപനമാണ്, പുനഃസ്ഥാപനമല്ല. അതുപോലെ തന്നെ ഒരിക്കലും മലങ്കരയിലെ കാതോലിക്കേറ്റ് തിഗ്രീസ് അല്ലെങ്കിൽ അന്ത്യോക്യൻ സഭയുടെ ഭാഗമല്ല കേട്ടോ. അതുപോലെ മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചത് മലങ്കര സഭാംഗങ്ങൾക്ക് വേണ്ടി മലങ്കരയിലെ പരിശുദ്ധ പിതാക്കന്മാരുടെ ഭരണത്തിലാണ് മലങ്കരയിലെ കാതോലിക്കേറ്റ്. അതുകൊണ്ട് 1912 സെപ്റ്റംബർ 15 മലങ്കരയിൽ സ്ഥാപിച്ച കാതോലിക്കേറ്റ് സ്ഥാപനമാണ്, പുനഃസ്ഥാപനം അല്ല. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപനമോ പുനഃസ്ഥാപനമോ വിശദീകരിക്കുക. അതുപോലെ ഇത് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിലവിലിരിക്കുന്ന മഫ്രിയാനേറ്റ് കാതോലിക്കേറ്റ് വിശദമാക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ പാഠം നന്നായിട്ട് വായിക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാകുള്ളൂ. സഭാചരിത്രമാണെന്ന് എനിക്കറിയാം, എങ്കിലും നല്ല സന്തോഷമായിട്ട്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തുവായിരുന്നു? പരിശ്രമമാണ് പൂർണ്ണ വിജയം. നമ്മൾ പരിശ്രമിച്ചാൽ ഏത് നമുക്ക് ഈസിയാകും, പഠിക്കാൻ പറ്റും. പഠിക്കണം കേട്ടോ. ഓക്കെ, ബൈ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വർഷം നിങ്ങൾക്ക് ഉപപാഠ പുസ്തകമായി പഠിക്കുവാനുള്ള വിശുദ്ധ കുർബാനയുടെ ഒരു പഠനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പുസ്തകം കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ OSSAE.org എന്ന വെബ്സൈറ്റിൽ നിന്നോ OSSAE.Bodhanam.org എന്ന വെബ്സൈറ്റിൽ നിന്നോ ഈ പുസ്തകം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. പഠിക്കുന്ന സമയത്ത് ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ കാണണം. വിശുദ്ധ വേദപുസ്തകവും അതിനോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് ആദ്യമേ ഓർപ്പിക്കട്ടെ. ഏവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ സഭ അതിന്റെ ആരാധനാ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന, മുഖ്യസ്ഥാനം കൊടുക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. മറ്റെല്ലാ കൂദാശകളും പൂർത്തീകരിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിൽ കൂടെയാണ്. വിശുദ്ധ കുർബാന ചൊല്ലാതെ ഒരു കൂദാശകളും പൂർത്തീകരിക്കപ്പെടുകയില്ല എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കൂദാശകളുടെ മകുടം അല്ലെങ്കിൽ കൂദാശകളുടെ രാജ്ഞി എന്നാണ് വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് 4ാം ക്ലാസ് മുതൽ നിങ്ങൾ പല ഘട്ടങ്ങളായിട്ട് പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഇത്ര പ്രാധാന്യം പരിശുദ്ധ സഭ എന്ന് കൊടുക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം ഹയർ ക്ലാസ്സുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തികഞ്ഞ ഗൗരവത്തോടെ ഈ വിഷയത്തെ നിങ്ങൾ സമീപിക്കണം എന്ന് ആദ്യമേ ഓർപ്പിക്കട്ടെ. ഈ പുസ്തകത്തെ 10 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. യഹൂദ പശ്ചാത്തലം വിവരിക്കുന്ന ആദ്യ പാഠം മുതൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, വിശുദ്ധ കുർബാനയുടെ വിവിധ ഭാഗങ്ങൾ ഇങ്ങനെ തുടങ്ങി അതിന്റെ ഇക്യൂമിനിക്കൽ പെർസ്പെക്റ്റീവ്, അതിന്റെ വേദശാസ്ത്രം ഇങ്ങനെ തുടങ്ങി എല്ലാ ഭാഗങ്ങളും പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നാം വിശുദ്ധ കുർബാനയുടെ യഹൂദ പശ്ചാത്തലം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ക്രിസ്തീയ ആരാധനയിൽ യഹൂദന്മാരുടെ ആരാധനയുടെ പല അംശങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് യഹൂദന്മാരുടെ ആരാധന സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു, ചരിത്രത്തിൽ അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കൂടുതൽ അർത്ഥവത്തായിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യഹൂദ പശ്ചാത്തലം നമുക്കിന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. യഹൂദന്മാരുടെ ആരാധന സമ്പ്രദായത്തിലെ ഇനിഷ്യൽ പീരീഡ്, അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ തന്നെ
അതായത് സൃഷ്ടിയുടെ ആദിമ കാലഘട്ടം മുതൽ തന്നെ മനുഷ്യൻ ദൈവത്തെ ആരാധിച്ചിരുന്നു. ഹാബേൽ കുഞ്ഞാടിനെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതും കായീൻ തന്റെ കൃഷിയിടത്തിൽ നിന്ന് വിളവുകൾ സമർപ്പിച്ച് ദൈവത്തിന് വഴിപാടർപ്പിക്കുന്ന കാര്യമൊക്കെ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. അങ്ങനെ തനിക്കുള്ളതിൽ നിന്ന് തന്റെ സൃഷ്ടാവിന് യാഗം കഴിക്കുന്ന, ബലിയർപ്പിക്കുന്ന ഒരു രീതി ആദിമ കാലഘട്ടം മുതൽ തന്നെ നിലവിലിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ചരിത്രം നമുക്കറിയാം. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം തനിക്ക് ലഭിച്ച പുത്രനെ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് ദൈവസന്നിധിയിൽ ബലി കഴിക്കുവാനായിട്ട് തയ്യാറാകുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. അങ്ങനെ ദൈവത്തിൽ അചഞ്ചലമായ ഒരു വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് യഹൂദജനത്തെ നാം കാണുന്നത്. എന്നാൽ ഈ ആരാധന രീതികളിൽ വളരെ സവിശേഷതരമായ ഒരു ഡെവലപ്മെന്റ്, ഒരു പുരോഗതി ഉണ്ടാകുന്നത് ഇസ്രായേലിയരുടെ മരുഭൂ പ്രയാണ കാലഘട്ടത്തിലാണ്. ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കനാൻ നാട്ടിലേക്കുള്ള യാത്രാമധ്യേ 40 വർഷം അവർ മരുഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു. പല സ്ഥലത്ത് അവർ കൂടാരങ്ങൾ അടിച്ച് അവിടെ പാർത്തു. ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഡെവലപ്മെന്റ്സ് അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. 10 കൽപ്പനകൾ മരുഭൂമിയിൽ വെച്ച് ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരാധനയെ സംബന്ധിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരവസരം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മോശ സമാഗമന കൂടാരം ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിർമ്മിക്കുന്നു. അവരെവിടൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ പാളയത്തിന്റെ മധ്യത്തിൽ, അല്ലെങ്കിൽ കൂടാരങ്ങളുടെ മധ്യത്തിൽ സമാഗമന കൂടാരം നിർമ്മിച്ച് അവിടെ ബലി കഴിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു രീതി യഹൂദന്മാരുടെ ഇടയിൽ വളർന്നു വന്നിരുന്നു. വളരെ കൃത്യമായ കണക്കുകളും നിർദ്ദേശങ്ങളും യഹോവയാം ദൈവം കൊടുത്തിട്ട് സമാഗമന കൂടാരം നിർമ്മിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ സമാഗമന കൂടാരത്തിലെ ഓരോ ഉപകരണങ്ങളും എങ്ങനെ ഉണ്ടാക്കണം, എന്ത് വസ്തു കൊണ്ട് അത് നിർമ്മിക്കണം, അതിന്റെ അളവുകൾ എന്താണ് എന്നെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കിവിടെ ഒരു സമാഗമന കൂടാരത്തിന്റെ ചിത്രം നമുക്കൊന്ന് കാണാം. ഇതിന്റെ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന വാതിലിൽ കൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ യാഗപീഠം നമുക്ക് കാണാം. യാഗപീഠത്തിന്റെ മുന്നിൽ ഒരു മൃഗത്തെ കൊണ്ട് നിർത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിന്റെ സമീപത്തുള്ള ബലി കഴിക്കുവാനുള്ള മേശകളിൽ ഇതിന് ബലി കഴിച്ചിട്ട് അതിന്റെ രക്തം യാഗമായിട്ട് ഈ യാഗപീഠത്തിൽ സമർപ്പിക്കുന്നുണ്ട്. ഈ യാഗപീഠം പണിയുന്നതിനെ സംബന്ധിച്ചുമൊക്കെ വ്യക്തമായ കണക്കുകളും നിർദ്ദേശങ്ങളും യഹോവയാം ദൈവം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നാം കാണുന്നത് ശുദ്ധീകരണ കർമ്മം നിർവഹിക്കുവാനുള്ള പാത്രം, അതിൽ വെള്ളം വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. പ്രാകാരം എന്ന് വിളിക്കപ്പെട്ടിരുന്ന സ്ഥലത്താണ് ഈ യാഗപീഠവും ശുദ്ധീകരണത്തിനുള്ള സംവിധാനവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വിളക്ക് കാണാം, കാഴ്ചയപ്പം വയ്ക്കുവാനുള്ള മേശ കാണാം. അതിന്റെ മുൻപിലായിട്ട് ധൂപപീഠം, എന്നും സുഗന്ധ ധൂപമർപ്പിക്കുവാനുള്ള ധൂപപീഠം. അത് കഴിഞ്ഞിട്ടാണ് തിരശീലയ്ക്ക് അപ്പുറത്തായിട്ട് ദൈവത്തിന്റെ സാക്ഷ്യപ്പെട്ടകം. സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് എന്തൊക്കെയാണുള്ളത് ഓർക്കുന്നുണ്ടോ? സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് അഹ്റോന്റെ തളിർത്തവടി, കൽപ്പനകളുടെ കൽപ്പലകകൾ, മന്ന ഇട്ടുവെച്ച പൊൻപാത്രം. ഇങ്ങനെ 3 വസ്തുക്കളാണ്
സാക്ഷ്യപെട്ടകത്തിനകത്ത് ഉണ്ടായിരുന്നത്. സാക്ഷ്യപെട്ടകത്തിന്റെ മുകളിലായിട്ടാണ് കൃപാസനം, മേഴ്സി സീറ്റ്. ഈ കൃപാസനത്തെ രണ്ടു വശത്ത് നിന്ന് 2 കെറൂബുകൾ നിങ്ങളുടെ ചിറകുകൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് മുഖത്തോട് മുഖം നോക്കി ഈ കൃപാസനത്തെ മൂടിയിരിക്കുന്നു. അവിടെയാണ് ദൈവത്തിന്റെ തേജസ് വസിക്കുന്നതായിട്ട് നാം കാണുന്നത്. ദൈവത്തിന്റെ തേജസ് കൃപാസനത്തിൽ വസിക്കുന്നു. അവിടെ വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം പ്രവേശിച്ച് പാപപരിഹാര യാഗം നടത്തുന്നു. ഇത് ഈ യഹൂദന്മാരുടെ മരുഭൂപ്രയാണ കാലഘട്ടത്തിലാണ് ഈ സമാഗമന കൂടാരത്തിന്റെ ആരാധന സംവിധാനം നിലവിൽ വരുന്നത്. ഇവയിൽ ഹോമയാഗം, സമാധാനയാഗം, പാപയാഗം, ഭോജനയാഗം, പാനീയയാഗം തുടങ്ങി 15ഓളം യാഗങ്ങൾ വളരെ ആഘോഷമായിട്ട് യഹൂദന്മാർ നിർവഹിച്ചിരുന്നു. ഈ യാഗങ്ങൾ അർപ്പിക്കുവാനായിട്ട് പ്രത്യേകിച്ച് വേർതിരിക്കപ്പെട്ട പുരോഹിത സമൂഹത്തെ നാം കാണുന്നു. ഈ മരുഭൂ പ്രയാണത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് വിവിധ പെരുന്നാളുകൾ ആചരിക്കുവാനായിട്ട് തുടങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ പെസഹ, കൂടാര പെരുന്നാൾ, പെന്തിക്കോസ്തെ പെരുന്നാൾ. ഇത് 3 വളരെ പ്രധാനപ്പെട്ട പെരുന്നാളുകൾ. ഇതോടൊപ്പം ചെറിയ പെരുന്നാളുകളും ഉണ്ടായിരുന്നു. പൂരീം, പ്രതിഷ്ഠാ പെരുന്നാൾ, വിറകു പെരുന്നാൾ, കാഹളനാദോത്സവം, ഇങ്ങനെ ചെറിയ പെരുന്നാളുകളും ഈ കാലഘട്ടത്തിൽ യഹൂദജനം ആചരിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ വളരെ കാതലായ, വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ്, ഒരു പുരോഗതി ഈ മരുഭൂ പ്രയാണ കാലഘട്ടത്തിൽ നാം കാണുന്നുണ്ട്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഇവരെ യാത്ര ചെയ്യുമ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ പിടിച്ചുകൊണ്ടു പോകത്തക്കവണ്ണമാണ് ഈ സാക്ഷ്യപെട്ടകത്തിന്റെയും ധൂപപീഠത്തിന്റെയും അതുപോലെ തന്നെ കാഴ്ചയപ്പം വെക്കുന്ന മേശയുടെയും ഒക്കെ ക്രമീകരണം അങ്ങനെയാണ്. വളരെ ലഘുവായിട്ട് ആൾക്കാർക്ക് ചേർന്ന് തോളത്ത് വെച്ച് പിടിച്ചുകൊണ്ട് പോകുവാൻ തക്കവണ്ണമുള്ള പിടികളും ഒക്കെ അതേലെ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വരെ ഊടാടി സഞ്ചരിച്ച കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വളരെ ഉന്നതമായ നിലയിൽ ഉള്ള സംവിധാനങ്ങൾ അവർ ചെയ്തിരുന്നു. ഇത് യഹൂദന്മാരുടെ ആരാധന സമ്പ്രദായത്തിൽ ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിന്റെ നിർമ്മാണവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. 40 വർഷത്തെ മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയും ജീവിതവും അവസാനിപ്പിച്ച് അവര് കനാൻ നാട്ടിൽ താമസമാക്കുന്നു. ഒരു രാജ്യം എന്നുള്ള നിലയിൽ അവരവിടെ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ആ രാജ്യത്തിന് ദൈവഭയമുള്ള, ദൈവത്തെ അറിയുന്ന ദാവീദിനെ പോലെയും ശലോമോനെ പോലെയും ഒക്കെയുള്ള രാജാക്കന്മാരുണ്ടായി വരുന്നു. അങ്ങനെ ആയപ്പോൾ അവർക്ക് അവിടെ ഒരു ദേവാലയം പണിയുവാനായിട്ട്, യഹോവയ്ക്ക് ഒരു ആലയം പണിയുവാനായിട്ട് സാധിക്കുന്നു. ദാവീദ് യഹോവയ്ക്കുള്ള ആലയം പണിയുവാനായിട്ട് ആഗ്രഹിച്ചുവെങ്കിലും അത് നടന്നില്ല. ശലോമോനാണ് അതിന് നിയോഗം ഉണ്ടായത് എന്ന് നമുക്കറിയാം. എന്നാൽ സാക്ഷ്യപെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുന്നതിനും വളരെ ആദരപൂർവ്വം, ആഘോഷപൂർവ്വം യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുവാനായിട്ട് ദാവീദിന് സാധിച്ചു. എന്നാൽ അതിനോട് അനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു പുരോഗതി എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡ്യൂട്ടീസ്. ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് നിർവചിക്കുന്നതായിട്ട് കാണുന്നു. 1 ദിനവൃത്താന്തം 24, 25, 26 തുടങ്ങിയ അധ്യായങ്ങളിൽ ഇത് വിവരിക്കുന്നുണ്ട്. അങ്ങനെ പുരോഹിതന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ അതിനുശേഷമാണ് ഈ
സമാഗമന കൂടാരത്തിന്റെ മാതൃകയിൽ, അതായത് അതിന്റെ ബേസിക് സ്ട്രക്ചർ, സ്കെലിറ്റൻ അതുപോലെയാണ്. ഭൂമിയിൽ അന്ന് ലഭിക്കാവുന്ന മേൽത്തരമായ എല്ലാ വസ്തുക്കൾ കൊണ്ട് ശലോമോൻ യഹോവയ്ക്ക് ഒരു ദേവാലയം പണിയുന്നു. സ്വർണവും വളരെ വിശേഷപ്പെട്ട മരങ്ങളുമൊക്കെ ഉപയോഗിച്ച് ശലോമോൻ പണിയുന്നു. എന്നാൽ ഇതിന്റെ ബേസിക് സ്ട്രക്ചർ നമ്മൾ മുമ്പേ കണ്ട സമാഗമന കൂടാരത്തിന്റെ സമാനമായിട്ട് തന്നെ ഉള്ളതാണ്. യെരുശലേം ദേവാലയത്തിന്റെ ചിത്രകാരന്റെ ഭാവനയിലുള്ള ഒരു ചിത്രം നമുക്കിവിടെ കാണാം. ഇതിലേക്കൊന്ന് നോക്കിക്കേ. മുൻവശത്ത് യാഗപീഠം കാണാം. എന്നാൽ അത് ചെറിയൊരു യാഗപീഠമല്ല, വളരെ വലിയ ഒരു യാഗപീഠം. അത് പടികൾ കയറി പോകണം. അങ്ങനെ പ്രാകാരത്തിൽ അങ്ങനെ ഒരു യാഗപീഠം കാണാം. ശുദ്ധീകരണത്തിന് വളരെയേറെ സംവിധാനങ്ങൾ, ഒന്നിൽ കൂടുതൽ, അതായത് 12 കാളകളുടെ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രം, അതുൾപ്പെടെ കുറേയേറെ സംവിധാനങ്ങൾ ശുദ്ധീകരണത്തിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വിളക്കിന് പകരം വിളക്കുകളുണ്ട്. ഒരു വിളക്കല്ല, 10 വിളക്കുകൾ, 5 വിളക്കുകൾ ഒരു വശത്തും 5 വലതുവശത്തുമായിട്ട് 10 വിളക്കുകൾ, കാഴ്ചയപ്പം വയ്ക്കുവാനുള്ള മേശ, ധൂപപീഠം, ഇത്രയും കാര്യങ്ങളാണ് വിശുദ്ധ സ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. സമാഗമന കൂടാരത്തിലെ തുല്യമായിട്ട് തന്നെ. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ 2 വലിയ കെറൂബുകളെ നിർമ്മിച്ചു വച്ചിരിക്കുന്നു. ഈ കെറൂബുകളുടെ ചിറകിന്റെ താഴെയായിട്ട് മധ്യത്തിൽ സാക്ഷ്യപെട്ടകം അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. ഇതായിരുന്നു യെരുശലേം ദേവാലയത്തിന്റെ ക്രമീകരണം അന്ന് നടത്തിയിരുന്നത്. അങ്ങനെ ഊടാടി സഞ്ചരിച്ചിരുന്ന സമയത്ത് അവർക്ക് സമാഗമന കൂടാരം ഉണ്ടായതിന് തുല്യമായിട്ട് അതിനേക്കാൾ വളരെ ആഡംബരപൂർണമായിട്ട് യെരുശലേം ദേവാലയം അവര് യെരുശലേമിൽ നിർമ്മിക്കുന്നു. അങ്ങനെ യഹോവയെ ആരാധിക്കുവാനായിട്ട് ഒരു സംവിധാനം അവിടെ ഉണ്ടാവുന്നു. യെരുശലേം ദേവാലയത്തിന്റെ പ്രതിഷ്ഠ നടത്തുമ്പോൾ ശലോമോൻ രാജാവ് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 12 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇത് കാണുന്നുണ്ട്. അവിടെ വളരെ നീണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രാർത്ഥനയിൽ ഉടനീളം തെളിഞ്ഞു കാണുന്ന ഒരു സന്ദേശം, ദൈവമേ, നിന്റെ സന്നിധിയിൽ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഏവന്റെയും യാചന അങ്ങ് കേൾക്കണമേ, അതിന് മറുപടി നൽകണമേ എന്നുള്ളതാണ്. അത് യഹൂദൻ എന്നില്ല, പുറജാതി എന്നില്ല, ആര് ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന അവിടുന്ന് ചെവിക്കൊള്ളണമേ, അതിനുള്ള ഉത്തരമരുളണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വളരെ ആഘോഷപൂർവം ഈ ദേവാലയത്തിന് പ്രതിഷ്ഠ നടത്തുന്നു. ഏകദേശം 20,000 കാളകളെയും 1,25,000 ആടുകളെയും യാഗം നടത്തി വലിയൊരു സദ്യ അവിടെ നടത്തുന്നു. അങ്ങനെ യഹൂദന്മാരുടെ ആരാധന ജീവിതത്തിൽ ആരാധനയുടെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് യെരുശലേം ദേവാലയം മാറുന്നു. സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്നതുപോലെ യാഗങ്ങളും ധൂപാർപ്പണവും പ്രാർത്ഥനകളും ഒക്കെ യെരുശലേം ദേവാലയത്തിലും നടന്നു വന്നിരുന്നു. മൂന്നാമതായിട്ട് നാം കാണുന്നത് BC 568 ബാബിലോണിയക്കാർ യെരുശലേം നഗരം പിടിച്ചടക്കുന്നു. യെരുശലേം ദേവാലയം നശിപ്പിച്ചു കളയും. അങ്ങനെ യഹൂദർക്ക് ആരാധിക്കുവാൻ ഒരു സംവിധാനം, ഒരു സ്ഥലം ഇല്ലാതെയാവും. എന്നാൽ അവരുടെ ആരാധന അവിടെ തീർന്നു പോകുന്നില്ല. ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നിന്ന് അവർ മാറുന്നില്ല.
പകരം സംവിധാനം അവരാലോചിക്കുകയാണ്. അവരാദ്യം ഭവനങ്ങളിൽ കൂടുവാനായിട്ട്, ഭവനങ്ങളിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അത് ക്രമേണ വളർന്നു വന്നിട്ട് സംഘാലയങ്ങൾ എന്ന പേരിൽ സുന്നഗോഗുകൾ ഉണ്ടായി വന്നു. ഈ സുന്നഗോഗുകളിൽ വേദവായന, സങ്കീർത്തനങ്ങൾ ആലപിക്കൽ, പൊതുവായ പ്രാർത്ഥനകൾ, പ്രബോധനങ്ങൾ, ധർമ്മശേഖരം ഇവയെല്ലാം സുന്നഗോഗുകളിൽ നടന്നിരുന്നു. ഏതാണ്ട് 70 വർഷത്തിന് ശേഷം യെരുശലേം ദേവാലയം പുനഃപ്രതിഷ്ഠ നടത്തി. എങ്കിലും ഈ സുന്നഗോഗ് ആരാധന അതിനുശേഷവും യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്നു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വിശുദ്ധ കുർബാന സ്ഥാപിതമാകുന്നത്. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. യഹൂദന്മാരെങ്ങനെ പെസഹ പെരുന്നാൾ ആചരിച്ചിരുന്നു എന്നുള്ളത് വളരെ ചുരുക്കമായിട്ടൊന്ന് നാം മനസ്സിലാക്കണം. എന്തായിരുന്നു പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത്? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം മോശ ഫറവോനോട് ആവശ്യപ്പെട്ടുവെങ്കിലും അത് നിരസിക്കപ്പെട്ടു. തുടർന്ന് സംഹാരദൂതനെ യഹോവ അയക്കുന്നു. സംഹാരദൂതനിൽ നിന്ന് ഇസ്രായേലിലെ കുഞ്ഞുങ്ങളെ, കടിഞ്ഞൂലുകളെ രക്ഷിക്കുവാൻ തക്കവണ്ണം കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടിളപ്പടിമേൽ പുരട്ടുക എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. അത് എഴുന്നേറ്റ് നിന്ന് വടിയും പിടിച്ച് കയ്പ് ചീരയോടുകൂടി ഭക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് എന്നും നിങ്ങൾ ഇത് ആചരിക്കണം. കനാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഈ ഓർമ്മ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും ഇരിക്കത്തക്കവണ്ണം ഇതെന്നും നിങ്ങളിത് ഓർക്കണം, ആചരിക്കണം എന്ന് യഹോവയാം ദൈവം കൽപ്പിക്കുന്നു. ഇതെന്താണ് എന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നും കൂടെ ഈ ഭാഗത്ത് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് യഹൂദന്മാര് ഇന്നും വളരെ ആചാരപൂർവം പെസഹ ആചരിക്കുന്നുണ്ട്. പെസഹ ആചരിക്കുമ്പോൾ അവർ കുഞ്ഞാടിനെ അറുക്കും. കുഞ്ഞാടിന്റെ മാംസം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. കയ്പ് ചീര, ഉപ്പുരസം സൂചിപ്പിക്കുന്നത് അവർക്ക് മിസ്രയീമിൽ വെച്ച് ഉണ്ടായ വിഷമതകളും കണ്ണുനീരിൻ ഉപ്പ് രസമുള്ളതാണല്ലോ, അതിന്റെ ഓർമ്മയെ കൊണ്ടാടുവാനായിട്ടാണ് കയ്പ് ചീര ഉപ്പ് രസത്തിൽ മുക്കി അവർ ഭക്ഷിക്കുന്നത്. അങ്ങനെ വളരെ ആചാരപരമായ ഒരു ഭക്ഷണമായിട്ട് പെസഹ മാറുന്നുണ്ട്. യഹൂദന്മാര് ഭക്ഷണം കഴിക്കുമ്പോൾ, സാധാരണ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവരുടെ അത്താഴത്തിൽ എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണത്തിന് മുൻപും പിൻപും ഒരു പ്രാർത്ഥനകൾ നടത്തും. നാമും പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ഭക്ഷണത്തിന് ശേഷവും നിങ്ങൾ പ്രാർത്ഥിക്കണം. പെരുന്നാളുകൾ വരുമ്പോൾ ഈ പ്രാർത്ഥനകളുടെ ദൈർഘ്യവും വിശേഷതകളും ഒക്കെ കൂടും. പെസഹ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണ്. അന്ന് വളരെ വിശദമായിട്ടുള്ള പ്രാർത്ഥനകളും വേദവായനകളും വിശദമായ താഴവും ഇവിടെ ഉണ്ടാവും. 4 കപ്പ് വീഞ്ഞാണ് അന്ന് അവർ പാനം ചെയ്യുന്നത്. ഒന്നാമത്തെ കാസ എടുക്കുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസത്തെ വിശുദ്ധീകരിപ്പാനുള്ള പ്രാർത്ഥന ചൊല്ലുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു. ഇതിനോടൊപ്പം അപ്പം വാഴ്ത്തി എല്ലാവർക്കും വിതരണം ചെയ്യും. അധികം വരുന്നത് ഭക്ഷണത്തിന്റെ അവസാനത്തേക്ക് ഇവർ മാറ്റിവെക്കും. രണ്ടാമത്തെ കാസ എടുക്കുമ്പോൾ
അവിടെ കൂടിയിരിക്കുന്നവരിൽ ഏറ്റവും ഇളയ കുട്ടി അവൻ ചോദിക്കും, എന്താണ് ഈ രാത്രി മറ്റ് രാത്രികളെക്കാൾ പ്രാധാന്യമുള്ളത്? അപ്പോൾ ഏറ്റവും മുതിർന്നയാൾ തങ്ങളുടെ വിടുതലിന്റെ ചരിത്രം ഓർമ്മിക്കുവാൻ തക്കവണ്ണം ആവർത്തന പുസ്തകത്തിൽ നിന്ന് 26-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അതോടൊപ്പം തന്നെ വളരെ വിശദമായിട്ട് മിസ്രയീമിൽ അവർക്കുണ്ടായിരുന്ന കഷ്ടപ്പാടും അതിൽ നിന്ന് യഹോവ അവരെ വീണ്ടെടുത്ത ചരിത്രവും വിശദമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കും. മൂന്നാമത്തെ കാസ എന്ന് പറയുന്നത് കൃതജ്ഞതാ സ്തോത്രത്തിന്റെ കാസായാണ്. ദ ചാലിസ് ഓഫ് ബെനഡിക്ഷൻ. ഇത് പാനം ചെയ്തിട്ട് തങ്ങളെ വിടുവിക്കുവാനായിട്ട് ഏലിയാ പ്രവാചകൻ വീണ്ടും വരും എന്നുള്ള ആ ഒരു പ്രത്യാശയിൽ ആ പ്രാർത്ഥന ചൊല്ലുന്ന പതിവ് അവർക്കുണ്ട്. അതിനെ തുടർന്ന് സങ്കീർത്തനങ്ങൾ, ഹല്ലൽ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സങ്കീർത്തനങ്ങൾ 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ അവർ ആലപിക്കും. 115-ാം സങ്കീർത്തനവും അവർ ആലപിച്ചതിന് ശേഷം അടുത്ത പെസഹ പുതുക്കിപ്പണിയുന്ന യെരുശലേമിൽ എന്ന് പറഞ്ഞ് ഒരു സദ്യ അവസാനിപ്പിക്കും. കൈകൾ കഴുകുന്നതും പ്രാർത്ഥനകളും നീണ്ട പ്രഭാഷണങ്ങളും ഒക്കെ ഈ പെസഹ ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ വളരെ ആചാരപരമായ ഒരു പെസഹ യഹൂദന്മാര് നടത്തിയിരുന്നു, ആചരിച്ചിരുന്നു. ഇതും നമ്മുടെ മനസ്സിൽ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. കുമ്രാൻ സമൂഹത്തിൽപ്പെട്ട എസ്സീനിയർ എന്ന് പറയുന്ന ഒരു കൂട്ടരാണ്. അവരുടെ ജീവിതശൈലിയും കൂടെ നാം മനസ്സിലാക്കണം. എല്ലാം പൊതുവക എന്നെണ്ണി ഉള്ളതെല്ലാം പങ്കിട്ട് ഒരു ഫെലോഷിപ്പായിട്ട് ജീവിച്ചിരുന്ന എസ്സീനിയറുടെ മാതൃകയും 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ആ സമയത്ത് സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് യഹൂദ പശ്ചാത്തലം, യഹൂദന്മാരുടെ ആരാധന പാരമ്പര്യത്തിൽ വന്ന വളർച്ച, അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ വളരെ കാര്യങ്ങൾ പഠിച്ചു. ഇസ്രായേലിയരുടെ ആരാധന സമ്പ്രദായത്തിലെ പ്രാരംഭകാലം, യെരുശലേം ദേവാലയത്തിന്റെ പശ്ചാത്തലത്തിൽ ആരാധനയ്ക്ക് വന്ന മാറ്റങ്ങൾ, യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ സുന്നഗോഗുകളിൽ ഉണ്ടായ ആരാധന, പെസഹ പെരുന്നാളിനെ കുറിച്ച് വളരെ ചുരുക്കമായിട്ടും നമ്മൾ പഠിച്ചു. ഇത് വിശദമായിട്ട് നിങ്ങൾ ഈ പുസ്തകം നോക്കി പഠിക്കണം. ഇതിനോട് അനുബന്ധിച്ചുള്ള വേദഭാഗങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. കാരണം കൂടുതലായിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ, പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് അതിടയാകും. അടുത്ത ആഴ്ച വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.